ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കുകപ്പലിൽ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ 25 ജീവനക്കാർ. ഇവരിൽ 2 പേർ മലയാളികളാണ്. ജീവനക്കാരുടെ മോചനത്തിനായി നയതന്ത്ര ചർച്ചകൾ നടക്കുന്നതായി കേന്ദ്രം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ വെച്ചാണ് MCS ഏരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ ഇറാൻ നാവികസേനയുടെ പ്രത്യേക സംഘം പിടിച്ചെടുത്തത്. UAE തീരത്ത് ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്ത കപ്പലിലെ 25 ജീവനക്കാരിൽ 17 പേരും ഇന്ത്യക്കാരാണ്. ഇതിൽ കോഴിക്കോട്, പാലക്കാട് സ്വദേശികളായ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ മോചിപ്പിക്കാനായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ടെഹ്റാനിലെയും ദില്ലിയിലെയും ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തുകയാണെന്ന് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചു. ഫിലിപ്പൈൻസ്, പാകിസ്ഥാൻ, റഷ്യ, എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ. സമുദ്രാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ഇറാന്റെ വിശദീകരണം. ഹെലികോപ്റ്റർ ഓപ്പറേഷൻ നടത്തിയാണ് കപ്പൽ പിടിച്ചെടുത്തത്. ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് MCS ഏരീസ്. ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ചതോടെ ഇസ്രായേലിനെതിരെ ഇറാന്റെ തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനകൾക്ക് പിന്നാലെയാണ് സംഭവമുണ്ടായത്. UK MTOയും മറ്റ് ഏജൻസികളും നൽകിയ വിവരങ്ങൾ അറിയാമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്തെന്ന റിപ്പോർട്ട് ഇസ്രായേലും ശരിവച്ചിട്ടുണ്ട്. കപ്പൽ റാഞ്ചിയതിനുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ സേനാ വക്താവ് വ്യക്തമാക്കി. തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ ഉയർന്നുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ വ്യോമമേഖല ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഇന്ന് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം ഇറാന്റെ വ്യോമാതിർത്തി ഒഴിവാക്കാനായി കൂടുതൽ ദൂരം സഞ്ചരിച്ചതായാണ് ഫ്ലൈറ്റ് റഡാർ നൽകുന്ന വിവരം. പിടിച്ചെടുത്ത കപ്പൽ ഇറാൻ തീരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.